ഹലോ നോബഡീസ്. അപ്പോൾ നമുക്കിതിൻ്റെ വെറൈറ്റി ആയിട്ട് ട്രൈ ചെയ്ത് നോക്കിയാലോ. അതിനായിട്ട് ഒരു ബൗളിലോട്ട് സോസേജ് എടുക്കുക. സോസേജ് ഇല്ലെങ്കിൽ ചിക്കൻ എടുത്താലും മതി. അതിലോട്ട് ആവശ്യത്തിന് ഉപ്പും അതുപോലെ കുരുമുളക് പൊടി ഒരു അര ടീസ്പൂൺ മതി. പിന്നെ റെഡ് ചില്ലി ഫ്ലേക്സ് അതും ഒരു അര ടീസ്പൂൺ. പിന്നെ ഗരം മസാല ഒരു ടീസ്പൂൺ. അതുപോലെ ഒരു എഗ്ഗും ഇട്ടതിന് ശേഷം നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം അതിലോട്ട് എന്ത് ചെയ്യുക, ഒരു അര കപ്പ് കോൺഫ്ലവറും ഒരു 3/4 കപ്പ് മൈദയും പിന്നെ എരിവുണ്ടോ നോക്കിയിട്ട് മുളക് പൊടി ആഡ് ചെയ്തിട്ട് നന്നായി മിക്സ് ചെയ്യുക. കൈ വെച്ച് തന്നെ മിക്സ് ചെയ്യണേ, എന്നാലേ അത് കറക്റ്റ് കൺസിസ്റ്റൻസി കിട്ടുള്ളൂ. മിക്സ് ചെയ്തതിന് ശേഷം വേറെ അതോട് മാറ്റി വെച്ചതിന് ശേഷം ഒരു ഫ്രൈ പാൻ എടുത്ത് അതിലൂടെ ഏതെങ്കിലും വെജിറ്റബിൾ ഓയിൽ ആഡ് ചെയ്ത് കൊടുക്കുക. ഞാനിവിടെ എടുത്തിട്ടുണ്ട് മറ്റേ സൺഫ്ലവർ ഓയിലാണ്. എന്നിട്ട് അതിൽ ഫ്രഞ്ച് ഫ്രൈസ് നമ്മൾ എന്ത് ചെയ്യണം, ഫ്രൈ ചെയ്തെടുക്കണം. ഇത് വീട്ടിലുണ്ടാക്കിയതല്ല, പുറത്തുനിന്ന് മേടിച്ചുള്ളതാണ്. വീട്ടിൽ നമുക്ക് ഉണ്ടാക്കാനും പറ്റും, അത് വേറെ വീഡിയോ ആയിട്ട് ചെയ്യണമെങ്കിൽ ചെയ്യാം. എന്നതിന് ശേഷം നന്നായിട്ട് അത് ഫ്രൈ ചെയ്തെടുക്കുക. അത് യെല്ലോയിഷ് കളർ വരുമ്പോഴത്തേക്കും അതെന്ത് ചെയ്യാം, ജസ്റ്റ് അതൊന്ന് എടുത്ത് വേറെ ബൗളിലോട്ട് ആക്കി വെക്കുക. അതിന് ശേഷം ആ ഓയിലോട്ട് കുറച്ചുകൂടെ ഓയിൽ ഒഴിച്ചതിന് ശേഷം എന്ത് ചെയ്യുക, നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ചില്ല ചിക്കൻ്റെ അല്ലെങ്കിൽ സോസേജിൻ്റെ ബാറ്റർ, അത് ആ ഓയിലോട്ട് വെച്ചിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. ഫ്രൈ ചെയ്ത് വെക്കുമ്പോൾ ലോ ഫ്ലെയിമിലാണെന്ന് നിങ്ങൾ നോക്കുക. അതിന് ശേഷം ഒന്ന് തിരിച്ച് മറിച്ചൊക്കെ ഇട്ടിട്ട് എന്ത് ചെയ്യുക, നന്നായിട്ട് ഉള്ളിൽ വേവുന്ന രീതിക്ക് എന്ത് ചെയ്യുക, അത് ഫ്രൈ ചെയ്തെടുക്കണം. കുറച്ച് ടൈം എടുത്തിട്ട് വേണം അത് ചെയ്തെടുക്കാൻ. അപ്പോൾ 2-3 വട്ടമൊക്കെ അങ്ങനെ മറിച്ചിട്ട് കൊടുത്താളെ, കാരണം അതിൻ്റെ ഉള്ളിൽ കുറച്ച് കട്ടിയാണ്, നമ്മൾ മൈദയൊക്കെ ആൾ ആഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഉള്ളിൽ കട്ടിയാവുന്നതുകൊണ്ട് ഒന്ന് നന്നായിട്ട് എന്ത് ചെയ്യുക, അത് അതിന് ടൈം കൊടുക്കുക. അതിന് ശേഷം ഒരു യെല്ലോയിഷ് കളർ വരുമ്പോൾ അതും അങ്ങനെ മാറ്റി വയ്ക്കാം. അതിന് ശേഷം ഒരു ഫ്രൈ പാൻ വേറെ എടുത്തിട്ട് അതിലോട്ട് ഒരു ബട്ടർ ആഡ് ചെയ്ത് കൊടുക്കുക. ഒരു ടീസ്പൂൺ ബട്ടർ ആഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം അതൊന്ന് മെൽറ്റായി വരുമ്പോൾ ഒരു ടീസ്പൂൺ ടേബിൾ സ്പൂൺ എന്ത് ചെയ്യുക, മൈദ ആഡ് ചെയ്ത് കൊടുക്കുക. ഒരു ടേബിൾ സ്പൂൺ മൈദ ആഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം നന്നായിട്ട് അതും ചൂടാക്കുക. എന്നിട്ട് ഒരു കപ്പ് പാൽ ആഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ടും അതൊന്ന് കുറുകി വരുന്ന രീതിക്കാണ് ആഡ് ചെയ്ത് വെക്കേണ്ടത്. പിന്നെ അതിൻ്റെ കയ്യിൽ നിന്ന് ഒരു വീഡിയോ മിസ്സായി, അതിൽ ഞാൻ എന്തൊക്കെ ആഡ് ചെയ്തെന്ന് ഞാൻ പറഞ്ഞുതരാം. എന്നിട്ട് അതോട്ട് മുളക് പൊടി ആഡ് ചെയ്ത് കൊടുക്കുക. അതുപോലെ എന്ത് ചെയ്യുക, ഇതുണ്ടല്ലോ മൊസറല്ല ചീസ്, ഏത് ചീസായാലും കുഴപ്പമില്ല, ഏത് ചീസായാലും ആഡ് ചെയ്ത് കൊടുത്താലും മതി. അതൊന്ന് ഗ്രൈൻഡ് ചെയ്തിട്ട് അതിലിട്ട് കൊടുക്കുക. അതുപോലെ ഓർഗാനോ അതും ആഡ് ചെയ്ത് കൊടുക്കുക. പിന്നെ നിങ്ങൾക്ക് സോസ് ഇട്ട് കൊടുക്കുക, അത് ഓപ്ഷണലാണ്. ഒരു ചെറിയ പുളിയൊക്കെ ഇഷ്ടമുള്ളവരാണെങ്കിൽ സോസ് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നമുക്കത് സെറ്റ് ചെയ്ത് കൊടുക്കാം. സെറ്റ് ചെയ്യുമ്പോൾ ഈ രീതിക്കാണ് സെറ്റ് ചെയ്യേണ്ടത്. ആദ്യം എന്ത് ചെയ്യും, നമ്മൾ ഒരു നല്ല ബൗളെടുത്തിട്ട് അതിലോട്ട് ആദ്യം മറ്റേ ഫ്രഞ്ച് ഫ്രൈസ് ഇട്ട് കൊടുക്കുക. അതിന് ശേഷം അതിൻ്റെ മേലെ നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ച ആ ഒരു ബാറ്റർ ഉണ്ടല്ലോ, പാല് കുഴിച്ചിട്ടുള്ളത്, അത് കുറച്ച് ഒന്ന് ചൂടാറിയതിന് ശേഷം ചെയ്ത് കൊടുക്കാം. അതിന് ശേഷം മറ്റേ സോസേജ് അത് ഞാൻ ഒന്ന് ചെറിയ പീസസ് ആക്കി എടുത്തിട്ടുണ്ട്. എന്നിട്ട് പിന്നെ അതിൻ്റെ മേലെ ഒരു ലെയർ പോലെ എന്ത് ചെയ്ത് കൊടുക്കുക, ഈ ബാറ്ററാക്കി കൊടുക്കുക. അങ്ങനെ ഇതുപോലെ സെറ്റ് ചെയ്തെടുക്കണം. അപ്പോൾ ഒരു ഡെക്കറേഷന് വേണ്ടിയിട്ട് കുറച്ച് സോസ് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. നിങ്ങളുടെ കയ്യിൽ മയോണൈസ് ഉണ്ടെങ്കിൽ അതും ആഡ് ചെയ്ത് കൊടുക്കാം. ഞാൻ അടുത്ത വീഡിയോ കാണാം.